ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ മരണം 5ആയി. 200 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 41 പേരുടെ നില അതീവ ഗുരുതരമാണ്. 400 മീറ്ററോളമാണ് ജനക്കൂട്ടത്തിനിടയിലൂടെ കാർ പാഞ്ഞതെന്ന് പോലീസ് പറയുന്നു. തലബ് അൽ അബ്ദുൽ മുഹ്സീൻ എന്നാണ് കാർ ഓടിച്ച സൗദി പൗരനായ ഡോക്ടറുടെ പേര് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം അപകടത്തിൽ 7 ഭാരതീയർക്കും പരിക്ക്. അപകടത്തെ ഭാരതം അപലപിച്ചിരിക്കുകയാണ്. ഐസൺ ജോസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഐസൺ, അപകടത്തിന്റെ വ്യാപ്തി വലുതാണ് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും രോഹിണി, അപകടത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന സൂചന തന്നെയാണ് ഈ നിലപാടുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൃത്യമായ വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200 പേർക്ക് പരിക്കേറ്റു. നമുക്കറിയാവുന്നതാണ്, വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്ന ഒരു തെരുവിലേക്കാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. 200 പേർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത ഒറ്റ ദൃഷ്ടിയിൽ തന്നെ നമുക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അതിൽ 41 പേരുടെ നില അതീവ ഗുരുതരമെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് 41 പേരുടെ ശരീരത്തിൽ കാറ് കയറിയിട്ടുള്ളത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതീവ ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 5 പേരുടെ മരണവും സംഭവിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും അറിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് എല്ലാം തന്നെ വളരെ കൃത്യമായി അറിയിച്ചൊരു വിവരമുണ്ട്. അതായത് ഈ അപകടത്തിൽ പരിക്കേറ്റവരിൽ, ഗുരുതരമായി പരിക്കേറ്റവരല്ല എങ്കിൽ കൂടി പരിക്കേറ്റവരിൽ 7 ഭാരതീയരുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഗൗരവതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു ഡ്രൈവിംഗ് കൾച്ചർ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു രാജ്യമാണ്. അവിടെയൊക്കെ ഇത്തരത്തിലൊരു നിയന്ത്രണമില്ലാത്ത കാർ ഓടിച്ച് കയറ്റുന്നതിനുള്ള ഒരു നീക്കം നടത്തി എന്നുള്ളത് ഏറെ ഗൗരവതരമായി തന്നെയാണ് പോലീസ് കാണുന്നത്. പക്ഷേ ഇയാൾക്ക്, ഇപ്പോൾ തലബ് എന്ന് പറയുന്ന ഈ സൗദി പൗരനായ ഡോക്ടർക്ക് കൃത്യമായ ഒരു ഭീകരബന്ധമുള്ളതായി തെളിയുവോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇത് ഏത് രീതിയിലാണ്, മയക്കുമരുന്നിൻ്റെ പ്രയോഗം കൊണ്ടാണോ അത്തരത്തിലാണോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ, ഒരു സ്ഥിരീകരിച്ച വിവരം ഒന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടുമില്ല. എങ്കിലും അതിക്രമം നടത്തുക അല്ലെങ്കിൽ ആക്രമിക്കുക, ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ അബദ്ധത്തിൽ പിണഞ്ഞതല്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് കാര്യമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ജർമ്മനിയിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ചില ഔദ്യോഗിക മാധ്യമങ്ങളുടെ വിവരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വരുന്നത്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ് ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി ഇയാൾ ഉണ്ടാക്കിയത്, ഈ സൗദി പൗരനായ ഡോക്ടർ ഉണ്ടാക്കിയത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് 41 പേരുടെ ഗുരുതരാവസ്ഥയിലുള്ള പരിക്കുകളും അതുപോലെ തന്നെ 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഒരു തരത്തിലും കാർ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അപകടമേൽക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതിനോ തയ്യാറായില്ല. മാത്രമല്ല മറ്റു സംവിധാനങ്ങൾ, കാറിൻ്റെ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ പോലും പ്രവർത്തിച്ചില്ല എന്ന വിവരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അട്ടിമറി സാധ്യത അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യത തന്നെയാണ് വളരെ കൃത്യമായി പുറത്തു വരുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ ഭാരതീയരായവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് ഭാരതത്തിൻ്റെ കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ചികിത്സയും അതുപോലെ അനുബന്ധമായ സൗകര്യങ്ങളും അവരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ഭാരതത്തിൻ്റെ കോൺസുലേറ്റ് നടത്തുന്നുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 41 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ തള്ളിക്കളയാനാവില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. രോഹിണി. അതെ ഐസൺ, അതോടൊപ്പം അപകടത്തിൽ 7 ഭാരതീയർക്ക് പരിക്കുണ്ട് എന്നുള്ളത് ആശങ്കാജനകമായ കാര്യം തന്നെയാണ്. പക്ഷേ കൃത്യമായി ഭാരതം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തെ അപലപിച്ചിരിക്കുകയാണ് ഭാരതം. ആക്രമണ സാധ്യത ജർമ്മൻ പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നിരിക്കെ ഈ വ്യക്തിയുടെ, ഈ കാർ ഓടിച്ച സൗദി പൗരന്റെ പശ്ചാത്തലം, ഇവയൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? സംശയാസ്പദമായ രീതിയിൽ ഇപ്പോൾ ജർമ്മനിയിലെ പോലീസ് നിരീക്ഷിക്കുന്നത്, ഇതൊരു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവം കൃത്യമായും ഈ ആക്രമണത്തിനുണ്ട്. കാരണം ഭീകരാക്രമണം, ടെറർ എന്ന് പറയുന്ന ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ടെറർ സൃഷ്ടിക്കുക എന്ന കൃത്യമായ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ നീക്കത്തിലുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിയന്ത്രണമില്ലാതെ 400 മീറ്ററോളം കാർ ഈ ജനങ്ങൾക്കിടയിലൂടെ ഓടിച്ചു കൊണ്ടുപോവുക എന്നുള്ളത്. ഈ അപകടത്തിൻ്റെ പാരാമീറ്ററുകളെല്ലാം പരിശോധിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ഇത് അപകടമല്ല, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ പോലുമല്ല, മനഃപൂർവ്വമുള്ള കൊലപാതകമാണ് എന്ന് വളരെ കൃത്യമായി സൂചനകൾ ലഭിക്കുന്ന ഒരു നീക്കമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന്, ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിവേഗത്തിൽ കാറ് ഈ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു പോവുകയായിരുന്നു. ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാത്ത, അതിൻ്റെ സ്വയം നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ പോലും, സെൽഫ് അലാം പോലും പ്രവർത്തിക്കാത്ത രീതിയിൽ ഈ കാറ് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ വണ്ടി ഓടിക്കുന്ന ആൾ, ജർമ്മനിയിലെ കാറുകൾക്കെല്ലാം തന്നെ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഈ വണ്ടി ഓടിക്കുന്ന ആൾ മദ്യപിച്ച ഒരവസ്ഥയിലാണെങ്കിൽ ആൾക്കോമീറ്റർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കാറുകളാണ് ജർമ്മനിയിലുള്ളത്. ഈ മദ്യപിച്ച്
നിയന്ത്രണം വിട്ടതാണ് എന്ന് പോലും കരുതാവുന്ന ഒരു സാഹചര്യമില്ല എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി കണക്കാക്കുന്നത്. അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിച്ചിട്ടുമില്ല. ഇയാൾ മദ്യപിച്ചതായി പോലീസ് പറയുന്നുമില്ല. അപ്പോൾ തീർച്ചയായും ഇതൊരു ആക്രമണം തന്നെയാണ് എന്ന ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലെത്താവുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നു. അതുപോലെ തന്നെ അതിവേഗതയിൽ കാർ ഓടുന്നു, ആ കാർ ജനക്കൂട്ടത്തിനിടയിലേക്ക് പാഞ്ഞു കയറുന്നു, ഇത്രയും പേരുടെ ശരീരത്തിലൊക്കെ കാർ കയറി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതീവ ഗൗരവതരമായ ഒരു ആഘാതം അതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നു. 5 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ കുട്ടികളുണ്ടായിരിക്കുന്നത്. ക്രിസ്മസ് ചന്ത എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ ധാരാളം എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ കുട്ടികളെ ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുന്നു, 9 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു. ഈ ഗുരുതരമായി പരിക്കേറ്റവരിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അത് സംബന്ധിച്ച ചില കർശനമായ പ്രൈവസി നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവരുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതിലും ഒരുപക്ഷെ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതീവ ഗൗരവതരമായ ഒരു അപകടമായി തന്നെയാണ് ഇതിനെ പോലീസ് കണക്കാക്കുന്നത്. ശരിയായി സർ. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ മരണം 5 ആയിരിക്കുന്നു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 41 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 7 ഭാരതീയർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കാജനകമായ കാര്യം. എന്തായാലും കൃത്യമായി ഈ അപകടത്തെ ഭാരതം അപലപിച്ചിട്ടുമുണ്ട്. ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.